Hello friends, Namaskaram. Welcome to my YouTube channel, Kerala Cuisine. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഐ എം ശ്രീകുട്ടി അരുൺ യുഎസിൽ സെറ്റിൽഡ് ആണ്, നാട്ടിൽ തൃശ്ശൂരാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആയിട്ടാണ്. എനിക്കറിയാം നമ്മളെല്ലാവരും ഫിഷ് ഫ്രൈ വീട്ടിലുണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഫിഷ് എടുത്താലും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഫിഷ് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ മസാലയെല്ലാം ഉള്ളിൽ പിടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് അധികമാക്കിയിട്ട് ഞാൻ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് വേപ്പില, ചെറിയ ബോളുമായിട്ട് ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ സമയത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മുഴുവനായിട്ടുള്ള കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇടയിലിടയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ അരയ്ക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ കൈ നീറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് മുളക് പൊടി ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി പുരട്ടി കൊടുക്കുകയാണ്. ഇത് വലിയ മീനായതുകൊണ്ട് തന്നെ മസാല പിടിക്കാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അത് മീനിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. ചെറിയ മീൻ പീസൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇതിപ്പോൾ വലിയ മീനായതുകൊണ്ട് തന്നെ ഞാൻ ഓവർനൈറ്റ് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതിൽ മീൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി മീൻ അവിടെ കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഇരുന്ന് വെവട്ടെ. കുറച്ച് ടൈം എടുത്ത് വേവുമ്പോഴാണ് മീൻ എപ്പോഴും ടേസ്റ്റ്. അതുപോലെ തന്നെ തീ അധികം കൂട്ടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ ഒരു തീയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കണം. ഇത് വലിയ മീനായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കുക്കായിട്ട് വരാൻ. ഇനി മീനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇനി സോഫ്റ്റ് ആയിട്ടാണെങ്കിൽ ആ സമയമാകുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് വേപ്പിലയും കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടെ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് അതൊന്ന് കുക്കായിട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ മീനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സൊക്കെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. മൂടിയിട്ട് അധികം നേരം വെക്കരുത്. മൂടി അധികം നേരം വെച്ച് കഴിഞ്ഞാൽ മീൻ സോഫ്റ്റായി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഫിഷ് ഫ്രൈ റെസിപ്പി ഇഷ്ടമായില്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.